ഗർഭിണിയോടുള്ള കരുതൽ എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരു പ്രവാസി സഹോദരൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾ കുടുംബത്തിനു വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമയത്ത് ഭാര്യയ്ക്ക് കരുതൽ കൊടുക്കാനും കെയറിംഗ് കൊടുക്കാനും സാധിക്കുക? അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. സത്യത്തിൽ പ്രവാസി ജീവിതം നിങ്ങൾ നയിക്കുന്നത് തന്നെ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ കരുതലാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ എന്നും ഫോൺ ചെയ്ത് സ്നേഹത്തോടെ സംസാരിക്കുക, അവളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക. എന്നാൽ നിങ്ങളുടെ ഈ സമയത്തുള്ള ഫോൺ കോളുകൾ വെറും വിശേഷം പറച്ചിലുകൾ മാത്രമല്ല, അത് ഒരു ബ്രെയിൻ ടോണിക് ആണ്. നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്ന സന്തോഷം, അത് അവളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ചെയ്യാൻ കാരണമാകുന്നു. ഇത് കുഞ്ഞിന്റെ മസ്തിഷ്ക വികാസത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൗഡ് സ്പീക്കറിൽ വെച്ചിട്ട് കുഞ്ഞിനോട് താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുക വരെ ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിഞ്ചായി തോന്നാം. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിലെ ഗവേഷകർ നടത്തിയ പഠന പ്രകാരം കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ പിതാവിന്റെ ശബ്ദം തിരിച്ചറിയുന്നു എന്നാണ്. പിതാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിൽ വ്യത്യാസം വരുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ്. അച്ഛന്റെ ശബ്ദത്തിന്റെ താഴ്ന്ന ഫ്രീക്വൻസി അമ്മയുടെ ശബ്ദത്തെക്കാൾ വ്യക്തമായി ആംനിയോട്ടിക് ഫ്ലോയിലൂടെ കുഞ്ഞിന് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഗൗരവമില്ലാതെ താഴ്ന്ന സ്വരത്തിൽ കുഞ്ഞിനോട് സ്നേഹത്തോടെ സംസാരിക്കുക. ഇനി പറയാനുള്ളത് ഭാര്യമാരോടാണ്. നിങ്ങൾ വീട്ടിലെ സന്തോഷങ്ങൾ അവരുമായി പങ്കുവെക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയുകയും പിന്നെ ഡോപ്പമിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഡോപ്പമിൻ അവരുടെ ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും BP നിയന്ത്രിക്കാനും സഹായിക്കുന്നു. നമുക്കറിയാം, ഓരോരുത്തരും പ്രവാസ ജീവിതം നയിക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടിയാണ്. ഭാര്യ സന്തോഷവതിയായിരിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് എനർജി കാരണം അവർക്ക് കൂടുതൽ സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നു.